നമസ്കാരം, ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി അടക്കം 5ഓളം സിനിമകൾ സമ്മാനിച്ച മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഉടൻ തന്നെ റിലീസിനൊരുങ്ങുന്ന സിനിമയാണ് യാത്ര. തെലുങ്കിൽ നിർമ്മിച്ച സിനിമയാണെങ്കിലും മലയാളത്തിലടക്കം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് യാത്ര തരംഗമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. റിലീസിനോടനുബന്ധിച്ച് സിനിമയ്ക്ക് വേണ്ടി വമ്പൻ പ്രമോഷനാണ് നടക്കുന്നത്. അതിനൊപ്പം സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ ക്ലീൻ യു സർട്ടിഫിക്കറ്റും ലഭിച്ചിരിക്കുകയാണ്. യാത്ര മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ആഗോള റിലീസായി മാറുമെന്നാണ് ഇതുവരെയുള്ള കണക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ഫെബ്രുവരി 8-ന് തെലുങ്ക്, മലയാളം, തമിഴ് എന്നിങ്ങനെ 3 ഭാഷകളിൽ ഒന്നിച്ചാണ് സിനിമ എത്തുന്നത്. ആഗോള വിപണിയിൽ വൻ പ്രചാരത്തോടെയായിരിക്കും യാത്ര അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ റിലീസ് ഫെബ്രുവരി 8-നാണെങ്കിലും അമേരിക്കയിൽ ഫെബ്രുവരി 7-ന് പ്രീമിയർ ഷോ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YSR റെഡ്ഡിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരുക്കുന്ന ബയോപിക്കാണ് യാത്ര. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ വീണ്ടും കാണാൻ സാധിക്കുന്നതിന്റെ ത്രില്ലിലാണ് തെലുങ്ക് നാട്ടുകാർ. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരേടാണ് YSR റെഡ്ഡിയുടേത്. YSRന്റെ രാഷ്ട്രീയ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രത്തിൽ 1999 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. 2004-ൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച 3 മാസം നീണ്ട പദയാത്രയാണ് സിനിമയുടെ ഇതിവൃത്തം. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന YSRന്റെ ഭാര്യാവേഷത്തിലെത്തുന്നത് തെലുങ്ക് നടി ആശ്രിത വൈമുഖിയാണ്. തെന്നിന്ത്യൻ താരസുന്ദരി ഭൂമിക ചൗള YSR റെഡ്ഡിയുടെ മകളായിട്ടെത്തുന്നുണ്ട്. YSRന്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്ന സബിത ഇന്ദ്ര റെഡ്ഡിയായി സുഹാസിനിയാണ് അഭിനയിക്കുന്നത്. YSRന്റെ മകന്റെ വേഷം അഭിനയിക്കാൻ സൂര്യ എത്തുമെന്ന് പറഞ്ഞെങ്കിലും ആ വേഷം YSRന്റെ മകൻ ജഗൻ തന്നെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും സുഹാസിനിയും ഒരു സിനിമയിലൂടെ ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഫിൽമി ബീറ്റ് മലയാളം.